മുട്ടക്കച്ചവടം നടത്തിയിരുന്ന പ്രദീപ് എന്നയാൾ ശംഖുമുഖം ദേവിദാസനായത് എങ്ങനെയാണ്? ശ്രീധുവുമായി ഇയാൾക്കുണ്ടായിരുന്നത് നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നില്ല, ശാരീരികമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്താണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്? ഈ പ്രതിയായിട്ടുള്ള ഹരികുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയിട്ട് നിലവിലിപ്പോൾ ഹാജരാകാൻ വേണ്ടിയിട്ട് വക്കീലന്മാർ ആരുമില്ല. 14 ദിവസത്തേക്ക് ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ജയിലിലാണ് ഇയാളിപ്പോൾ നിലവിൽ ഇയാൾ ഉള്ളത്. അപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രതി ഈ ഹരികുമാറിന് സഹോദരിയുടെ സ്നേഹം ലഭിച്ചിരുന്നില്ല. ഏത് തരത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നുണ്ടോ? സഹോദരിയുമായിട്ട് ഇയാൾക്ക് സ്നേഹം ലഭിച്ചിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് അതിന് പ്രധാനമായിട്ട് തടസ്സം നിന്നത് ഈ കുഞ്ഞാണ്. അതിന്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് കിണറ്റിലിട്ടു എന്നാണ് ഈ പ്രതി പറയുന്നത്. പോലീസിന്റെ ഇപ്പോൾ പുറത്തുവിട്ട റിമാൻഡ് റിപ്പോർട്ടിൽ അത്തരം രീതിയിലുള്ള വിശദീകരണങ്ങളാണ് പറയുന്നത്. പക്ഷെ അത് മുഴുവൻ രീതിയിൽ പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിക്കടി ഈ മൊഴികൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇപ്പൊ പറയുന്നതല്ല 2 മണിക്കൂർ കഴിഞ്ഞാൽ പറയാം, അതല്ല അടുത്ത മണിക്കൂർക്ക് പറയാം. അപ്പൊ ഇത്തരം രീതിയിലുള്ള ഒരു മാനസിക വെല്ലുവിളിയും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും ഈ പ്രതിക്ക് ഉണ്ട് എന്നും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജ്യോത്സ്യനായിട്ടുള്ള ശംഖുമുഖം ദേവിദാസ്, നേരത്തെയൊക്കെ പുറത്തു വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇയാളാണ്, ഇതൊരു നരബലിയാണ്, ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയത് ഈ ജ്യോത്സ്യന്റെ അഭിപ്രായ പ്രകാരമാണെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും. എന്നാൽ ഇപ്പോൾ ചില പോലീസ് പറയുന്നതനുസരിച്ചിട്ട് ഇയാൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ്. കാരണം ഇയാളിൽ നിന്ന് പണം ഇയാൾക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ശ്രീധു നൽകിയ മൊഴി. ഏതാണ്ട് 36 ലക്ഷം രൂപയോളം ഇയാൾക്ക് നൽകിയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇയാൾ ഈ ശംഖുമുഖം ദേവിദാസ് അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ കയ്യിൽ നിന്ന് അത്തരം പണങ്ങൾ വാങ്ങിയിട്ടില്ല. തനിക്ക് ഈ ഒരു ശ്രീധുവായിട്ട് ബന്ധമുണ്ടായിരുന്നു. കാരണം പല രീതിയിലുള്ള പൂജാവിധികൾ, അതുപോലെ തന്നെ പല കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രീധു തൻ്റെ അടുത്ത് വരികയും താൻ അത്തരം രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റു രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും തങ്ങൾക്കിടയിലില്ല എന്നാണ് ഈ ജ്യോത്സ്യന്റെ ഒരു വിശദീകരണം ഇപ്പം പുറത്തു വരുന്നത്. അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം. ഈ പ്രതിയായിട്ടുള്ള ഈ ഹരികുമാർ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഉൾവിളി കാരണം ഈ ശ്രീധുവിനെ ദേവേന്ദുവിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ ഇത്തരം ഈ കാര്യം നമ്മൾ പറഞ്ഞതാണ്. കാരണം അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ പുലർച്ചെയാണ്. അതും ആ വീട്ടിലൊരു മരണാനന്തരമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങ് 16 അടിയന്തരം നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു ദിവസത്തിലൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്തരം രീതിയിലുള്ളൊരു വളരെ പൈശാചികമായിട്ടൊരു കൃത്യം ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും തൻ്റെ സഹോദരിയുമായിട്ടുള്ള സ്നേഹം അത് തനിക്ക് ഏറെ നാളുകളായിട്ട് ലഭിച്ചിരുന്നില്ല. നിരന്തരമായിട്ട് വാട്സാപ്പിൽ കോൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ചാറ്റ് ചെയ്യുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സഹോദരിയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ ഈ അമ്മയ്ക്ക് നിരന്തരമായിട്ട് നോക്കേണ്ടി വരികയും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു പരിചരണം അല്ലെങ്കിൽ ഈ സ്ത്രീയുമായിട്ടുള്ള സഹോദരിയുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രതി പറയുന്നത്. ഈ കുഞ്ഞിൻ്റെ കരച്ചൽ പോലും ഈ ഹരികുമാറിന് അരോചകരമായിട്ട് ഫീൽ ചെയ്തു എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ, ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മാറ്റി പറയുകയാണ്. പോലീസ് വലിയ രീതിയിൽ കുഴഞ്ഞു പോകുന്ന ഒരു കേസാണ്. ഇപ്പോഴും നമുക്കറിയില്ല എന്തിനാണ് ഈ 2 വയസ്സുകാരിയെ കൊന്നത് എന്നുള്ളത്. ഒരിക്കൽ പറയുന്നു, പൂജാരി പറഞ്ഞു ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്ര ബാധ്യതയും കഷ്ടപ്പാടുകളും ഒക്കെ വന്നത്, അതുകൊണ്ട് പൂജാരി പറഞ്ഞിട്ടാണ് കൊന്നത് എന്ന് പറയുന്നു. പിന്നീട് പറയുന്നു, അല്ല, എനിക്ക് സഹോദരിയുമായി ബന്ധമുണ്ടായിരുന്നു, അത് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ബന്ധമായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം സഹോദരിക്ക് തന്നോട് ഒരു അകലമുണ്ടായി, ആ അകലമാണ് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണമെന്ന്. പിന്നെ പറയുന്നു, അതുമല്ല, എനിക്കൊരു ഉൾവിളി ഉണ്ടായി, ഈ കുഞ്ഞിന് ജീവിച്ചിരിക്കണ്ട എന്ന്. അങ്ങനെ ആ ഉൾവിളിയുടെ പുറത്താണ് ജീവനുള്ള കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് കിണറ്റിലിട്ടത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം പോലീസ് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടത്, ഇയാൾ മാനസികമായി കുറച്ച് സ്റ്റെബിലിറ്റി ഉള്ള ആളല്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ്. മാനസികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു
സൗജന്യമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഔദാര്യത്തിലൂടെ ഇയാൾ ആ പഴുതുകളിലൂടെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശ്രീധുവിന്റെ ഈ കേസിലെ പങ്ക് ഇതുവരെ പോലീസിനെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇയാൾ ഒരു സെക്സ് മാനിയാക്ക് കൂടിയായിരുന്നു. അതായത് നിരന്തരമായിട്ട് പരസ്ത്രീ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. അത് ശ്രീധു നിരവധി തവണയായിട്ട് അത്തരം കാര്യങ്ങൾ നിരോധിച്ചിരുന്നു. ചെയ്യാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല എന്ന് നിരോധിച്ചിരുന്നു. അതിന്റെ വെറുപ്പ് കൂടി ഇയാൾക്ക് ശ്രീധുവിനോട് ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് നിരോധിച്ച് അത്തരം സ്ത്രീകളുമായി ബന്ധം പാടില്ല എന്ന് സ്വന്തം സഹോദരി പറഞ്ഞത് തുടർന്നാണ് ഇയാൾ സ്വന്തം സഹോദരിയെ തന്നെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങിയത്. എൻ്റെ പെങ്ങളാണ്, ഞാൻ സംരക്ഷിക്കേണ്ടവളാണ് എന്നുള്ളത് മാറ്റി അവൾ വെറും സ്ത്രീയാണ്, എനിക്ക് ഭോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ മാത്രമാണ് അവൾ എന്നുള്ള തരത്തിലേക്ക് ഇയാളുടെ മനോനില മാറ്റിയത് ആ ഒരു സംഭവത്തോടു കൂടിയാണ്. എന്തിനാണ് ഇവർ തമ്മിൽ ഒരേ വീട്ടിൽ 2 മുറികളിൽ ഇരുന്നു കൊണ്ട് വീഡിയോ കോൾ ചെയ്തത്? അതിനുള്ള ഉത്തരമില്ല. വാട്സപ്പ് ചാറ്റുകൾ എന്തിനാണ് ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? അതിനുള്ള ഉത്തരവില്ല. അപ്പോൾ പല സംശയങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന്. പോലീസ് ഇപ്പോഴും പറയുന്നത് ഇവർ പറയുന്ന പല കാര്യങ്ങളും പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞങ്ങൾ തന്നെ അതിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളാണ് ഇവർ പലപ്പോഴും പറയുന്നത് എന്നുള്ളതാണ്. ഹരികുമാറിനെ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഒരു കാര്യവും പറയാനായിട്ട് തയ്യാറായില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നൊക്കെയുള്ള തട്ടിക്കയറുകയായിരുന്നു പോലീസിനോട്. പല കാര്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഹരികുമാർ ആദ്യം പറഞ്ഞത്. അപ്പം അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വളരെ കേട്ടാൽ ഞെട്ടുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട് എന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഇപ്പൊ ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് പറയുന്നു, ശ്രീധുവിനും ഈ കുഞ്ഞിന്റെ മരണത്തിൽ പങ്കുണ്ട്, അത് കൃത്യമായി അന്വേഷണം നടത്തണം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരൻ, സഹോദരിയുടെ കുടുംബജീവിതം തകർന്നു, ഒരുപാട് കടബാധ്യതകളുണ്ട്, ഒരു വീട്ടിൽ താമസിക്കുന്ന ആ സഹോദരിയെ ഒന്നുകിൽ അയാളുമായി പറഞ്ഞ് ഭർത്താവുമായി സംസാരിച്ച് മധ്യസ്ഥ നിന്നുകൊണ്ട് ആ കുടുംബം നേരെ പോകാൻ സാധിക്കുമെങ്കിൽ ഈ സഹോദരൻ മുൻകൈ എടുത്ത് സഹോദരിയെ അത്തരത്തിൽ ഒരു സംരക്ഷണം നൽകി മുന്നോട്ട് പോകാനുള്ള ഒരാളാണ് ഈ ഹരികുമാർ. അല്ല എങ്കിൽ സഹോദരിക്ക് അയാളുമായി മുന്നോട്ട് പോകാൻ മാനസികമായി പറ്റില്ല എങ്കിൽ ആ സഹോദരിയും മക്കളെയും കൂടി സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ആളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി. ഇയാളാണ് സ്വന്തം ചോരയിലുള്ള സ്വന്തം കൂടപ്പിറപ്പിനെ ഒരു സ്ത്രീയായി കണ്ടുകൊണ്ട്, സ്ത്രീ എന്ന് പറയുന്നത് അമ്മ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ചേച്ചിക്കാണ് അല്ലെ? ചേച്ചി അമ്മയായി കാണുന്നവരാണ് അല്ലെ? നമ്മളൊക്കെ അങ്ങനെയാണ്. ചേച്ചി അമ്മ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ചേച്ചിക്കാണ്. ചേച്ചി അമ്മയായി കാണേണ്ടിടത്താണ് ഇയാൾ സഹോദരിയെ അത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങൾക്ക് നിർബന്ധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ മനോനിലയുടെ പ്രശ്നമല്ല, ഇവനെ അതാണ് മാനസികമായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവനെ നമ്മൾ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവന് മാനസികമായ പ്രശ്നമില്ല. മാനസിക പ്രശ്നമുണ്ട് എങ്കിൽ സ്വന്തം സഹോദരിയുടെ ശരീരം സെക്സിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ത് മാനസിക പ്രശ്നമാണ് നമ്മൾ പറയുന്നത്? ജീപ്പിലേക്ക് കയറി കൊണ്ടുപോകുമ്പോൾ ഇയാൾ കരഞ്ഞുകൊണ്ടാണ് ആ ജീപ്പിൽ അത് പിടിക്കപ്പെട്ടതിൻ്റെതായിരിക്കും. ഇപ്പൊ അടുത്തിടെ പിടിക്കപ്പെട്ട പല പ്രതികളും ഇപ്പൊ മണവാളനെ പോലുള്ള അല്ലെങ്കിൽ നിരവധി ആളുകളൊക്കെ ജയിലിലേക്ക് പോകുന്നത് വളരെ സന്തോഷപൂർവ്വമായിട്ടും ക്യാമറയ്ക്ക് നോക്കിയിട്ട് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഇയാൾ ഒരു കുറച്ച് വ്യത്യസ്തനാവാണ്. അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി ഉമ്മ കൊടുത്തുകൊണ്ടാണ് പോയത്. അവനൊക്കെ ചിലപ്പോ ഈ ലഹരിക്ക് അടിമയായി മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അമ്മ ഒരു ചാനലിനോട് പറഞ്ഞതാണ്, 22 വയസ്സുള്ള മകനെ ഭയന്നവർക്ക് വീട്ടിൽ കിടക്കാൻ ഭയമാണ്. എന്തുകൊണ്ടാണ്? ഉറങ്ങിക്കിടക്കുമ്പോൾ മകൻ വന്ന് തൻ്റെ ശരീരത്തിൽ അനാവശ്യമായ കൈകടത്തലുകൾ നടത്തുന്നു, അതുകൊണ്ട് അവനെ ഭയന്ന് ഉറങ്ങാറില്ല അമ്മ എന്നാണ്, ലഹരിക്ക് അടിമയായി. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നിട്ടുണ്ടായി. ഇടുക്കിയിൽ നിന്ന് വന്നൊരു വാർത്തയാണ്. അതായത് 8ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരി പ്രഗ്നന്റ് ആയി. കുഞ്ഞിന്റെ അച്ഛൻ 8ാം ക്ലാസ്സുകാരൻ എന്ന് പറഞ്ഞിട്ട് അത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു വാർത്ത എല്ലാ ചാനലുകളും കൊടുത്ത വാർത്ത. അപ്പോ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം? ഇവർ കാര്യങ്ങളൊക്കെ പറയട്ടെ. പ്രദീപ് മുട്ടക്കച്ചവടക്കാരനായ പ്രദീപ് ദേവിദാസനായതും ശ്രീധു മുടിമുറിച്ചതും ഹരികുമാർ തലമുണ്ടനം ചെയ്തതും ഒക്കെ എന്താണ് ഇവർ 3 പേരും തമ്മിലുള്ള ബന്ധങ്ങൾ? കുഞ്ഞിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊന്നത്? ഇതൊക്കെ കൃത്യമായി പുറത്തു വരിക തന്നെ വേണം. എന്ത് വിളിച്ചുകളികൾ നടത്തിയാലും നാടകം കളിച്ചാലും കേരള പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഇതൊക്കെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും.